ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഓണം സ്പെഷ്യൽ മത്തൻ പായസമായാലോ. മത്തൻ പായസം ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മത്തനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ ഞാൻ മത്തന്. ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 വിസിലാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 3 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയിലേക്ക് ഞാനിതാ 1 കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കര നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ മത്തനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി മത്തനൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. മത്തൻ ഉടച്ചിട്ടൊന്ന് അവിടെ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബോളിലേക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മത്തനിലേക്ക് ഞാൻ അരിപ്പൊടിൻ്റെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ടയാകും കേട്ടോ. തീയൊന്ന് സിമ്മിലാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചിരകി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തലിന് കിടന്നിട്ട് അരിപ്പൊടിയൊക്കെ നല്ലോണം വെന്ത് വരണം കേട്ടോ. തേങ്ങയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇതുപോലെയുള്ള പായസം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.